to the game, and that is Soxo Puso. നമ്മള് ഒരു ടീമിൽ നിന്ന് 2 പേര് അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൻ അവർക്ക് ഒറ്റയ്ക്ക് സോക്സ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോക്സ് ഇട്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. കാലിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോക്സ് ഇട്ട് കൊടുക്കണം. അത്ര ചെയ്യണ്ട. അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 പേര് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് മോളിൽ കയറി നിൽക്കുക. ഒരാളുടെ ഒരു കാല് എയറിൽ കയറ്റണം. ഓക്കെ, സോ വി ആർ മൂവിംഗ് ഓൺ ടു Soxo Puso. Count down, please. 3, 2, 1. ഉള്ളിട്ട് കൊടുക്കണം. പെട്ടെന്നായിക്കോട്ടെ മോളെ, പെട്ടെന്നാവട്ടെ. സോക്സ് കേറട്ടെ, വേഗട്ടെ. പാന്റിന്റെ മുകളിൽ അവരിത് കഴിയിടണം, ഫുള്ളിടണം. ഉള്ളോ 1-2 കയറ്റിക്കോ. വെരി ഗുഡ്. സോക്സ് പറഞ്ഞ് പാൻറ്റെന്ന് പറ്റി ഊരിക്കളായി. വെരി ഗുഡ് ജസീല. മേപ്പോട്ട് ഉരുട്ട് ഫുള്ളായിട്ട്. കുട്ടി സോക്സ് ഇടാറുണ്ടോ സ്കൂളിൽ പോകുമ്പോ? അങ്ങനെ ഒരു കാലം പിടിക്കു വച്ചേ, പിടിച്ചിട്ട് ബാക്കി വഴി വരും. അങ്ങനെ ഈ അച്ചു നിന്റെ മന്ദങ്കാലായ കൊണ്ടാ കേറാത്ത. പെട്ടെന്നാവട്ടെ. ആ തള്ളവരലയിൽ കടിച്ചു പിടിച്ചു വലിച്ചേ. ക്ലിയർ ആക്കണം കേട്ടോ. മറ്റേ ഫ്രണ്ടില് വിരലിന്റെ അടുത്തേക്ക് വലിച്ചിടും. ഒരു കാലേറില് ഞങ്ങൾ ഇട്ട് തീരുന്നവരെ നിക്കണേ. അങ്ങനെയൊന്നില്ലേ? അങ്ങനല്ല. ഡയന ആൻഡ് ജസീല, ഗുഡ് പ്ലേ, ഗുഡ് കോർഡിനേഷൻ. ഞങ്ങളുടെ പിള്ളേരെ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. കാല് ഭയങ്കര വലുത് സോക്സ്. മന്ദങ്കാലത് അത്ഭുത ദ്വീപിലെ നരഭോജിക്ക് ഇട്ട സോക്സ് ആണത്. എന്തായാലും ഈ ഒരു ഗെയിമിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഡയനയുടെ, തങ്കുവിന്റെ, ജസീലയുടെ ടീമാണ്. സോ ഗുഡ് ജോബ്. അയ്യോ ദേ ഇവിടെ ഒരാള് പറയാ, എന്താ പറയണ്ടേ? എന്റെ ടീമല്ലേ? ആ കുട്ടിയുടെ ടീമല്ലേ? അടി കിട്ടിയപ്പോ അങ്ങോട്ട് പോയി. സെക്കൻഡ് റൗണ്ടിൽ ബിൻചേട്ടാ എനിക്ക് ഇരുന്നാ മതിയാ? ശരി, ഓക്കെ, നമ്മളിപ്പോ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. 2, 3, 1. 3, 2, 1. ശ്രീവിദ്യയുടെ കാലയിൽ പെട്ടെന്ന് കയറും, കാരണം സ്റ്റമ്പ് പോലെ. ഗേൾസ് ഗുഡ് ജോബ്. വെരി ഗുഡ്. ചുണക്കുട്ടികളാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്കത്തനാണെങ്കിൽ കാലിൽ തൈലം ഇട്ടിരിക്കുക. എടാ രണ്ടാമത്തെ അത് അരിമാലിയുടെ കാലിലിടാൻ പറ്റില്ല, കാരണം സോക്സ് കീറും. ആണിയാണ് കാലിൽ. അത് മതി. അയ്യോ ഇതിൽ കൂടുതൽ തൊലി വിരിഞ്ഞു. അജീഷിന്റെയും ജിഷിന്റെയും മണ്ഡ മഹോത്സവം. അവൻ കൈയിടാൻ പോവാ. എടാ ഇങ്ങനെ ഈ സോക്സ് വിട്ട് പേക്കറും ചാടുന്ന ഒരു അവസ്ഥ ഓർത്ത് കളർഫുൾ അവളെ എന്ന് ചാടും. Brilliant job, Charlotte. Complete ചെയ്തിരിക്കുകയാണ്. ശ്രീവിദ്യ is on the way. Okay. Good job, Charlotte. Good job. Okay. Please. Very good, Shri. എടാ കോഴിയുടെ പപ്പ് വലിച്ചു കീറുന്ന
ഷാലറ്റ്. ആ കാലുകുത്തി ഏയ്. അവര് കാലുകുത്തി. ഏയ്. Super. Good job. രണ്ട് മണ്ടന്മാരെ ക്യാമറ ഫോക്കസ് ചെയ്യൂ എന്നിട്ട് എഴുതി പോകൂ. അല്ല, ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? അതായത് യൂഷ്വലി ലൈക്ക് ഗെയിം കളിക്കേണ്ടത് ആരാന്നുള്ളത് ഞാനാ പറയാറ്. ഇത് പക്ഷെ ഇങ്ങോട്ടൊക്കെ ഡോറക്കനൊക്കെ അടുത്തത് രണ്ട് ചുണക്കുട്ടന്മാരായാലോ പറഞ്ഞിട്ട് ആയാലോ. ഇപ്പൊ എന്തായി? ഓക്കെ, ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു ഷാർലറ്റ് ആൻഡ് നമ്മുടെ ശ്രീവിദ്യ. ബ്രില്യന്റ് ആയിട്ട് ഇവര് കളിച്ചു. ഗുഡ് ജോബ് ശ്രീവിദ്യ ആൻഡ് ഷാർലറ്റ്. ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഒരു ചലഞ്ച് ഉണ്ട്. ചുണയുണ്ടെ നിങ്ങൾ തോറ്റാൻ ഞങ്ങൾ തവളച്ചാട്ടം ചാടിക്കോളാം. ഓ ശരി. ചുണയുണ്ടെ കാണാം. നോക്കട്ടെ, ചുണയുണ്ടെ കാണാം. ഡയറക്ടറോട് ഒരു ചോദ്യം. ഈ ജിഷിനെയും അജിംഷയും ഈ ബുദ്ധി പരിശോധിച്ചിട്ടാണോ എടുത്തത് ഈ നമ്മളെ സ്റ്റാർ മാജിക്കിലേക്ക്? അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ അതെ. കാരണം പറഞ്ഞാല് നിങ്ങളെ പോലെ തന്നെ ബുദ്ധി പരീക്ഷിച്ചാണ്. എന്റെ കയ്യിലേക്ക് എന്തിനാ? അടുത്തത് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ബുദ്ധി പരിശോധിച്ച ഇപ്പൊ 2 റൗണ്ടിൽ അവർ ജയിച്ചു, നമ്മൾ തോറ്റ്. ഈ റൗണ്ടിൽ തങ്കച്ചേട്ടനെ ഇറക്കണം, ഞാനും ഇറങ്ങും. Okay. ഈ റൗണ്ടിലും അവര് ജയിച്ച ഇവര് പറയാൻ നമ്മൾ എന്തും ചെയ്യും. ഓക്കെ ഫൈൻ, റെഡി. നിങ്ങൾ തോറ്റു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും ആ കളർഫുൾ സോക്സ് ഇട്ടിരുന്നു. കളർഫുൾ ടവളകൾ ഇങ്ങനെ ഓടി കിടക്കണം. ഞങ്ങൾക്ക് അത് കയ്യിലിടണം. ആ സോക്സ് കയ്യിലും കാലിലും ഇടണം. കയ്യിലും കാലിലും ഇട്ടിട്ട് ചാടി ചാടി പോണം. ഓക്കെ, അപ്പോ ഈ ടീമിൽ നിന്ന് തങ്കു ഇറങ്ങുന്നു, ഈ ടീമിൽ നിന്ന് അനു ഇറങ്ങുന്നു. ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഈ റൗണ്ടിൽ അനുവിന്റെ ടീം എങ്ങാനും തോറ്റാൽ ഇതിൽ ഇവർ തന്നെ തവളച്ചാട്ടം ചാടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗെയിം കളിക്കാൻ പോകുമ്പോഴേ തങ്കുവിന്റെ അടുത്ത് ഗെയിം കളിക്കാൻ പറഞ്ഞപ്പോ തങ്കുവിന് എന്തൊക്കെയോ എന്താ തങ്കു ഒരു കള്ളത്തരം, എന്നിട്ട് കയ്യിലേക്ക് നോക്കുക. എന്താ ഇത്? എന്റെ കാലി ഇക്കളാവും. ഈ കാച്ചിലാണോ നിങ്ങൾ സോക്സ് ഇടാൻ പോകുന്നത്? സംഭവം ഇപ്പൊ കല്യാണം കഴിക്കാത്തതാ, അല്ലാണ്ട് കല്യാണം കിട്ടാത്തതൊന്നുമല്ല. ഇക്കിളി കൊണ്ട് ചാവാൻ പറ്റത്തോണ്ടേ. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ സോക്സോ ഫുസോ. 3, 2, 1. ഏതെങ്കിലും കല്ല്. ഞാനേ എനിക്കിത് ഇടുമ്പോ എന്താ തോന്നണ അറിയോ? ഇക്കിളിയാക്കുമല്ല, ഞാനേ ഈ സോക്സ് ഈ കാലിലേക്ക് വെച്ചപ്പോ ഞാന് ഈ തെരുവ് സർക്കസിലെ കുരകിന്റെ തലയിൽ തൊപ്പിയിരിക്കും പോലെ കാലിരിക്കുന്നു. ഇതെന്തത് അക്രമോ? നിന്നെ ഇന്ന് ഞാൻ ഇടിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ലേ എന്താ ഇപ്പോഴും ഉണ്ടായത്. പക്ഷെ പ്രേക്ഷകർ എന്നുള്ള രീതിയിലേ ഞങ്ങൾ പല രീതിയിലും ചിന്തിച്ചു പോയി തങ്കു. തങ്കു എന്താണെങ്കിലും ആർട്ടുകാരുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും
ഇടയ്ക്കിടയ്ക്ക് ഈ ഗെയിം ഇടണം, എനിക്ക് സുഖിക്കാനാണ്. ഇതിനാണ് പറയുന്നത് മുതുക്ക് കൂത്താട്ടം. അതെന്താ അറിയോ, ആ മ്യൂസിക് ഇട്ട് എന്താ അറിയോ, ബിനിച്ചേട്ടൻ അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോൾ അനുവിനെ ഒരു ഫ്ലൂട്ട് പോലെ അവിടെ നോക്കിയപ്പോൾ കണ്ടത് അതാണ്. ഒരു ഫ്ലൂട്ടും പിടിച്ചേക്കുമ്പോൾ ഇവനെ വളരെയധികം സൂക്ഷിക്കുക. ഇവന്റെ റൂമിന്റെ അടുത്ത് പോലും എനിക്ക് റൂം തരരുത്. അപ്പളേ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഇക്ലിക്കുട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് തങ്കക്കുട്ടി.